നീ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ എന്തു? ഒരു കളക്ടറാണ് നമ്മളെ കാത്തിരിക്കുന്നത്. പേടിപ്പിക്കുകയാണോ? ഒരു കളക്ടറുടെ നിലയുണ്ട്, വിലയുണ്ട്, അതൊന്നും നിനക്കറിയാമോ? ഞാൻ കളക്ടറുടെ വീട്ടിലേക്കല്ല പോകുന്നത്, എന്റെ ഭർത്താവിന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക്. ശരിയാണെന്തു? സേതുവും ഭാര്യയും കൂടി ജഗദീശനെയും ഭാര്യയും കാണാൻ പോകുന്നു. നീ ധൃതിപ്പെടേണ്ട, ഇഷ്ടം പോലെ സമയം എടുത്തോ. വേണ്ട വേണ്ട, ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ ഇതുവരെ പോയില്ലയോ? ഇല്ലമ്മേ, ആ കുറച്ചേരം കാത്തിരിക്കട്ടെ. എത്രയൊക്കെ ആയാലും ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കളല്ലേ. വരണം, പോവാം. വേഗം പോയിന്നെ. അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കും. എന്തോടാ? അദ്ദേഹം ഇവിടെ ഇല്ലേ? മിനിസ്റ്റർ വന്നിട്ട് ഗസ്റ്റ് ഹൗസിലേക്ക് പോയിരിക്കാം. വരാൻ വൈകും. ഞങ്ങൾ വരാൻ പറഞ്ഞിരുന്നു. ഓ, അദ്ദേഹത്തിന്റെ പ്യൂൺ സേതുവാണല്ലേ? വരുമായിരിക്കും. വെളിയിൽ നിൽക്കൂ. യശുഭായ്, ഒരു സഹായം ചെയ്യാമോ? എന്താ? ഇന്ന് ഡോബിയെ കണ്ടില്ല. ആ തുണിക്കെട്ട് കൊണ്ടുപോയി അലക്ക് കമ്പനിയിൽ ഒന്ന് കൊടുത്തേക്കാം. അയ്യോ, അതിനെന്താ? നീ ഇവരോട് സംസാരിച്ചോണ്ട് ഞാനിപ്പോ വന്നേക്കാം. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നു. നീ കാണിച്ചെന്താണെന്ന് അറിയാമോ? കണ്ടില്ലേ, നിന്റെ ഭർത്താവിനെ കൊണ്ട് എന്റെ അഴുക്ക് തുണി ചുമപ്പിച്ചു. നിന്റെ ഭർത്താവ് ക്ഷണിച്ചിട്ട് വന്ന എന്റെ ഭർത്താവിനെ കൊണ്ട് നീ അഴുക്ക് തുണി ചുമപ്പിച്ചു. അതിലെന്താണ് തെറ്റ്? എന്റെ ഭർത്താവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് ജോലി ചെയ്യുന്ന പ്യൂണല്ലേ നിന്റെ ഭർത്താവ്? കളക്ടർ ഓഫീസിലാണ് നിന്റെ ഭർത്താവിന്റെ പ്യൂൺ, അല്ലാതെ നിന്റെ വീട്ടിലെ വേലക്കാരനല്ല. അവർ കൈനീട്ടി വാങ്ങിക്കുന്ന പണം ഗവൺമെന്റ് പണമാണടി. നിന്റെ തന്തയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. ഇന്നും മറ്റെന്തും ഒരു സ്ത്രീ സഹിക്കും. അവളുടെ അച്ഛനെ അപമാനിച്ചാൽ സഹിക്കും, അമ്മയെ അപമാനിച്ചാൽ സഹിക്കും, സഹോദരനെ അപമാനിച്ചാൽ സഹിക്കും. പക്ഷെ അവളുടെ മുമ്പിൽ വെച്ച് അവളുടെ ഭർത്താവിനെ അപമാനിക്കുന്നത് ഒരു സ്ത്രീയും സഹിക്കില്ലടി. വേണ്ട, സഹിക്കണ്ടടി. ഇതിന് ഞാൻ നിന്നോട് പ്രതികാരം ചെയ്തില്ലെങ്കിൽ പോടി. നിന്റെ ഒരു പ്രതികാരം എത്രയായാലും ഒരു പ്യൂണിന്റെ ഭാര്യയുടെ പ്രതികാരമല്ലേ? അത് ഒരു കളക്ടറുടെ ഭാര്യയ്ക്ക് സ്വപ്നം പോലും കാണാൻ ഒക്കില്ലടി. എടി, അന്ന് ഹോസ്റ്റലിൽ വെച്ച് എന്നെ കൊണ്ട് ആ വേലക്കാരിയോട് നീ മാപ്പ് പറയിപ്പിച്ചു. ഇന്ന് എന്റെ ബംഗ്ലാവിൽ വെച്ച് നിന്റെ ഭർത്താവിനെ കൊണ്ട് ഞാൻ എന്റെ അഴുക്ക് തുണി ചുമപ്പിച്ചു. ഇപ്പൊ എനിക്ക് തൃപ്തി, സന്തോഷമായി. ഈ പണവും പ്രതാപവും എല്ലാം കണ്ട് നീ ഇങ്ങനെ അഹങ്കരിക്കരുത്. ഇതൊന്നും ശാശ്വതമല്ലടി. ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്നവളാണ്. ഇന്ന് നീ കാണിച്ച ഈ ധിക്കാരത്തിന് നാളെ ഒരു ദിവസം എന്റെയും എന്റെ ഭർത്താവിന്റെയും മുമ്പിൽ നിന്ന് തൊഴുകയോട് നീ മാപ്പ് ചോദിച്ചില്ലെങ്കിൽ ഞാൻ ഈശ്വരനിൽ ഒരിക്കലും വിശ്വസിക്കില്ലടി. അത് ഈശ്വരന് വലിയ ക്ഷീണമാണെന്നോട് പെണ്ണേ. ജയേ, ഈശ്വരനെ മറന്ന് സംസാരിക്കരുത്. ഓടിയിറങ്ങി. ഇനി ഇവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കിയാൽ അവിടെ കാവൽ നിൽക്കുന്ന പോലീസുണ്ട്. അവരിവിടെ വരും, നിന്നെ പിടിച്ച് പുറത്തിറക്കും. നിന്റെ കാവലും പോലീസും. നിന്നെ പോലെ പണവും പ്രതാപവും കൊണ്ട് നിലതെറ്റി തുള്ളിയിട്ടുള്ളവരെല്ലാം പാവപ്പെട്ടവരുടെ മുമ്പിൽ തലകുത്തി വീണിട്ടുണ്ട്. ഈ വിധി നിനക്കും സംഭവിച്ചില്ലെങ്കിൽ എന്റെ പേര് ഹിന്ദു എന്നല്ല. ശരി, എന്നാ വേറെ പേര് ഞാൻ ആലോചിച്ച് വെച്ചേക്കാം. എന്താണ് ഉണ്ടായത്? ഇല്ലെങ്കിലും കാര്യം പറയും. നമ്മൾ എന്തിനാണ് അവിടെ പോയത്? ജഗദീശൻ ക്ഷണിച്ചു, നമ്മൾ പോയി. എന്നിട്ട് അവൾ നിങ്ങളെ കൊണ്ട് അഴുക്ക് തുണി ചുമപ്പിച്ചു. അതിപ്പോ അവളത് മനഃപൂർവ്വം ചെയ്തതാ. അവൾ എന്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. അപ്പോ നിങ്ങൾ നേരത്തെ പരിചയക്കാരായിരുന്നു? ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഒരു കോളേജിൽ പഠിച്ചിരുന്നു, ഒരേ റൂമിൽ താമസിച്ചിരുന്നു. ഒരു ദിവസം ഹോസ്റ്റലിൽ വെച്ച് അവൾ ഒരു കാര്യമില്ലാതെ ആ പാവമായ കരണത്തടിച്ചു. ഞാൻ അവളെ കൊണ്ട് മാപ്പ് ചോദിപ്പിച്ചു. അതിനെന്നോട് അവൾ ഇന്ന് പകരം വീട്ടുകയായിരുന്നു. എന്റെ ഭർത്താവിനെ അപമാനിക്കുന്ന എന്നെ കൊണ്ട് സഹിക്കാനാവില്ല. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്തു? ഭർത്താവിന്റെ അന്തസ്സ് ഭാര്യയുടെ അഭിമാനമാണ്. ഞാൻ പോകും.
നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയ ശേഷം ഇത്ര വേഗം പിരിയേണ്ടി വരുമെന്ന് ഞാൻ കരുതി. ഇത് നിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമായതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു. വിഷു കുട്ടിലേക്ക് നിന്റെ തന്തയുണ്ടല്ലോ, ആ മനുഷ്യനിവിടെ വരുമ്പോ അയാളെ കൊണ്ട് ഞാൻ എന്റെ വിളിപ്പ് തോപ്പിച്ചാൽ നിനക്ക് എന്ത് തോന്നും? അനാവശ്യം പറയരുത്. അനാവശ്യമാണ്. എന്റെ ഭാര്യ എന്ന് പറഞ്ഞ എനിക്ക് അവനും അവന്റെ ഭാര്യയും കൂടെ ഇവിടെ വരുമ്പോ അവരെ സ്വീകരിക്കുന്നത് എന്റെ കടമയല്ലേ? അവളെയൊക്കെ സ്വീകരിക്കാൻ എന്റെ പട്ടി പോകും. അവളുടെ പട്ടിക്ക് പോലും നിനക്കാൾ കൂടുതൽ വിവരവും തിരിച്ചറിവും ഉണ്ടാകും. അപ്പൊ അവൾ ആള് കൊള്ളാമല്ലോ. സിപ്പാഹിയുടെ കൂട്ടത്തില് കളക്ടർ കൂടെ കറക്കി എടുത്തു കളഞ്ഞല്ലോ. നിങ്ങൾ എന്നെ അടിച്ചുല്ലേ? നിന്നെ കൊല്ലേണ്ടതാണ്. പക്ഷെ അതെനിക്ക് അപമാനമായതുകൊണ്ട് ഞാൻ വിടുന്നു. എന്റെ അച്ഛൻ പോലും എന്നെ തല്ലിയിട്ടില്ല. മുഖത്തരത്ത് സംസാരിച്ചിട്ട് പോലുമില്ല. അതിന്റെ തകരാറാണ് നിനക്കുള്ളത്. നിന്നെ പോത്തിനെ തല്ലുമ്പോൾ തല്ലി വളർത്തേണ്ടതായിരുന്നു. ഞാനിനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല. എന്റെ ഭാഗ്യം. ഇന്ന് തന്നെ ഞാൻ വീട്ടിലോട്ട് പോകും. പുറത്ത് കാറുണ്ട്, ഡ്രൈവറും. ഉടനെ പോകാം. അവൻ കലക്ടറോ എന്ത് കുന്തമോ ആക്കും. ഇവളുടെ കർണത്തടിക്കാൻ അവൻ ആരാ? ആരാണ്? ആരാ? ആരാണോ ഞാൻ ചോദിച്ചത്? ആരുമല്ല എന്ന് പറഞ്ഞുകൂടാ. ഓരോരുത്തർക്ക് ഓരോ കാലത്ത് ഓരോന്ന് വന്ന് പിറന്നുകൊള്ളും. അതെല്ലാം ദൈവത്തിന്റെ കളിയാണ്. ഇതിനെല്ലാം കാരണം അവളാ, ആ ഹിന്ദു. എടാ പാച്ചുള്ളേ, അവന്റെ ഒരു പ്രോനോട്ട് ഇവിടെ ഉണ്ടല്ലോടാ. ആരുടെ അങ്ങനെ? ആ ഹിന്ദുവിന്റെ തന്തയുടെ പരമേശ്വരൻ നായരുടെ. പാവം മരിച്ചുപോയല്ലോ അങ്ങനെ. പരമേശ്വരൻ നായരല്ലേ മരിച്ചിട്ടുള്ളൂ. പ്രോനോട്ട് മരിച്ചിട്ടുള്ളോ? അവളെ ഒരു പാഠം പഠിപ്പിക്കണോ വെച്ചാ? മോക്കതല്ലേ വേണ്ടു, അത് അച്ഛനേറ്റു. ഭഗവാനെ, ഇങ്ങനെ ഒരു യോജിപ്പ് അച്ഛനും മക്കളും തമ്മിൽ ഞാൻ ഈ ലോകത്തിലെങ്ങും കണ്ടിട്ടില്ല. അച്ഛന്റെ മകളോ മകളുടെ അച്ഛനോ എന്നാ സംശയം. എടീ, അവളിവിടെ വന്ന് നിന്നോട് മാപ്പ് ചോദിച്ചാ പോരെ? പോരാ, അവളിന്റെ കാൽക്കൽ വീഴ മാപ്പ് ചോദിക്കണം. പിന്നെ ഒരു കാര്യം, കാക്കൽ വീഴുമ്പോ തലയിലൊന്നും ചവിട്ടരുത്. മഹാപാപം. എടോ രാമൻ നായരെ, എന്തോ ആ പരമേശ്വരൻ നായർ ഒരു പ്രോനോട്ട് ഇവിടെ ഉണ്ടല്ലോ, അത് നോക്കിയെടുത്തേ. വേഗം വേണം. പിന്നെ അതിന്റെ പലിശയും പലിശയുടെ പലിശയും അതിന്റെ പലിശയും കൂട്ടുപലിശ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് എഴുതിപ്പോ കേട്ടോ. അവളെ ഒരു പാഠം പഠിപ്പിക്കട്ടോ. മാധവമേനോന്റെ പക്കൽ നിന്നും വാസ്തവത്തിൽ എത്ര രൂപയാണ് കടം വാങ്ങിച്ചിട്ടുള്ളത്? എത്ര രൂപയാണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടമേ. ഇവിടെ അച്ഛനുണ്ടായിരുന്നപ്പോ ഉള്ള കടവാ. 3000 രൂപയെന്ന് വെച്ച് ഇവിടെ പറഞ്ഞാൽ തോന്നുന്നു. ഇതിൽ 8000 രൂപയാണല്ലോ കാണിച്ചിരിക്കുന്നത്. അത് പിന്നെ പലിശയും പലിശയുടെ പലിശയും എല്ലാം കൂട്ടിക്കാണും. എന്തായാലും അയാളുടെ അടുത്ത് പോയി ഉള്ള പാടും ദുർഗമൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. കുറച്ചു നാളത്തെ അവരെയും കൂടെ കരാതിരിക്കൂ. അതേതായാലും വേണ്ട. അയാളുടെ അടുത്ത് പോയി പാടും ദുരിതവും പറയാനുള്ളത് ഈ ജന്മത്തിലില്ല. അയാൾ എന്തിനാണ് ഇത്ര പെട്ടെന്ന് വക്കീൽ നോട്ടീസ് അയച്ചതെന്ന് എനിക്കറിയാം. അത് അറിഞ്ഞിരുന്നോണ്ട് അവിടെ പോയി അയാളുടെ കാല് പിടിക്കാനോ? നിങ്ങൾ പിന്നെ എന്തോ ചെയ്യാൻ അഭാവം? രൂപ കൊടുത്തില്ലെങ്കിൽ അയാൾ കേസ് കൊടുക്കും. ഈ വീടും പറമ്പും അയാളൊന്നും കൊണ്ടുപോകും. ഈ വീടും പറമ്പും അതയാൾക്ക് കിട്ടില്ല. ഇത് മറ്റാർക്കെങ്കിലും വിറ്റ് അയാളുടെ രൂപ നമ്മൾ കൊടുക്കും. എന്നാൽ അയാൾക്ക് കൊടുക്കില്ല. ഈ എന്ത് ഭ്രാന്താണെന്നെ ഈ പറയുന്നത്? ഇത് വിറ്റേറ്റ് നമ്മളോട് പോകും. അച്ഛന്റെ പേരിൽ നമുക്ക് കുറച്ച് സ്ഥലവും ഒരു ചെറിയ വീടും ഇല്ലേ, നമ്മൾ അങ്ങോട്ട് പോകും. ഇത് കേട്ടോ മുന്നേ പൊട്ടക്കുന്നേ, നമ്മൾ അവിടെ പോയി താമസിച്ച് എന്തോട്ട് വെച്ച് കഴിക്കും. ചെറുക്കൊരു ജോലി ഉണ്ടായിരുന്നത് കൂടെ നീ കാരണം കളഞ്ഞു. എനിക്കതിൽ വിഷമമില്ല അമ്മേ. എന്തുവിന്റെ അഭിമാനം എന്റെയും അഭിമാനമാണ്. നമ്മൾ ആ മൊട്ടക്കുന്നിൽ പോയി താമസിച്ച് കൃഷി ചെയ്ത് അന്തസ്സായി ജീവിക്കും. ശരിയാണ്. ഭൂമിദേവിയുടെ മുൻപിൽ തലകുനിക്കുന്നവർ മറ്റാരുടെയും മുൻപിൽ തലകുനിക്കേണ്ടി വരില്ല. അവരിങ്ങോട്ട് തന്നെയാണോടാ വരുന്നത്? വരട്ടെ വരട്ടെ പറയാം. ഇങ്ങോട്ട് തന്നെയാ. ഇത് ഗേറ്റ് കിടക്കും. മിണ്ടരുത്. പരിചയം പോലും നടിക്കരുത്. എന്താ? ഒന്ന് കാണാൻ വന്നതാണ്. മോളെ ജയ, ഇവിടെ വാ. ആ കസേരയിലോട്ടിരിക്കും. അങ്ങോട്ട് തിരിഞ്ഞ് കാല് നീട്ടിയിരിക്കും. ഒരൊറ്റ പിടിക്ക് കൈ കിട്ടും. സങ്കടം ബോധിപ്പിച്ചോളൂ. ഇതെന്താ രാജസദസ്സാണോ സങ്കടം ബോധിപ്പിക്കാൻ? ഇതാ 8000 രൂപയുണ്ട്. പ്രോനോട്ടിന് തന്നേക്കൂ.
വാങ്ങിക്കൂ, പ്രോഡക്റ്റ് തരൂ, വേഗമാട്ടെ. ഈ രൂപ ഇത്രയും വേഗം എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി? ഞങ്ങൾ മാപ്പപേക്ഷയുമായി വരുമെന്ന് നിങ്ങൾ കരുതിയല്ലേ? നോട്ടീസ് കിട്ടി, ഞങ്ങൾ രൂപയും ഉണ്ടാക്കി. ഇനി കുഞ്ഞിന്റെ സൗകര്യം പോലെ. രാമനായരെ, എന്തോ ആ പരമേശ്വരൻ നായർ പ്രോണോട്ട് നോക്കിയെടുത്തുകൊണ്ടാ? എളുപ്പം കൊണ്ടുവരാൻ അവർക്ക് സമയമില്ല നിൽക്കാൻ. ഇത് നേരത്തെ നോക്കിയെടുത്ത് വെക്കാൻ പാടില്ലായിരുന്നു. എടാ പാച്ചുകളെ, ഏതാടാ ഈ പയ്യൻ? ഇവൻ ഒരു എല്ല് കൂടുതലാണെന്ന് തോന്നുന്നല്ലോ. ഇവളുടെ ഭർത്താവ് എന്റെ ഭർത്താവിന്റെ ശിപ്പായി. എന്ത് പറഞ്ഞു? നിന്റെ ഭർത്താവിന്റെ ശിപ്പായിയോ? ഇവിടെ എന്ത് വിളിച്ചു? നീ എന്നു? എന്നെ നീ എന്ന് വിളിക്കുന്ന എന്റെ പ്രായത്തിലുള്ള ഒരുവളെ എനിക്കും നീ എന്ന് വിളിച്ചൂടെ? ശിപ്പായി ജോലി മോശമായതുകൊണ്ടല്ല, അദ്ദേഹം കലക്ടറായതുകൊണ്ടല്ല, നീ കലക്ടറുടെ ഭാര്യയായതുകൊണ്ട് എന്റെ ഭർത്താവ് കലക്ടറുടെ ശിപ്പായി ജോലി രാജിവെച്ചു. എന്നിട്ടും ഭർത്താവിന്റെ ശിപ്പായി പോലും ശിപ്പായി. ഓഹോ, അപ്പൊ നീ എല്ലാം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. നീ കാരണം നിന്റെ ഭർത്താവ് ഉദ്യോഗം രാജിവെച്ചു. എന്റെ മകളെ അവളുടെ ഭർത്താവ് വീട്ടിൽ നിന്ന് അടിച്ചിറങ്ങി. ഓഹോ, അങ്ങനെ ഒരു നല്ല കാര്യം നടന്നോ? അപ്പൊ അദ്ദേഹത്തിന് ചുണയുണ്ടല്ലേ? ഇനി കുഞ്ഞപ്പുറത്ത് ഞങ്ങൾ പോകും. ഇതാ നിങ്ങളുടെ പ്രോണോട്ട്. അല്ല, ഇതൊക്കെ എങ്ങനെ കഴിഞ്ഞു? ഇനി എപ്പോഴെങ്കിലും പണത്തിന് ആവശ്യം വരുമ്പോ ചോദിക്കാൻ ഒട്ടും മടിക്കരുത് കേട്ടോ. ഇനിയും നിങ്ങളുടെ പണത്തിന്, ഞങ്ങളുടെ പട്ടിക്ക് പോലും വേണ്ട നിങ്ങളുടെ പണം. ഞങ്ങൾക്ക് ആരോഗ്യമുണ്ട്, ജോലി ചെയ്ത് ജീവിക്കാനുള്ള തന്റെ ഇടമുണ്ട്, അധ്വാനിച്ച് ജീവിക്കും. വരുന്നുണ്ട്.